പുതിയൊരു NFO അത് LIC നിന്ന് ചേരണോ വേണ്ടിയോ ഏത് ഫണ്ടിലേക്ക് അവർ കൺസെപ്ഷൻ ഫണ്ടാണ് അവരുടെ ഫണ്ട്. പല കമ്പനികളും ഈ അടുത്തും അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പേ ഇറക്കിയ കൺസെപ്ഷൻ എന്തുകൊണ്ടാണ് കൺസെപ്ഷൻ? നമുക്കറിയാം കൺസെപ്ഷൻ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ GDP വളർന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു, അർബണൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപഭോഗ സംസ്കാരം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു അടുത്തൊരു 10-15 കൊല്ലം കാലം ഒരു കൂടി നിൽക്കുന്ന സെക്ടറായത് കൺസംഷൻ നമ്മൾ വിലയിരുത്തുന്നു. 5 കൊല്ലം എന്ന് തുടങ്ങിയ ടാറ്റ അല്ലെങ്കിൽ SBI അല്ലെങ്കിൽ നിപ്പോണിന്റെ കൺസംഷൻ ഫണ്ടുകളിൽ ലാസ്റ്റ് 5 ഇയർ 20 മുതൽ 25% വരെ ഗ്രോത്ത് കൊടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഫണ്ട് ഇറങ്ങുന്നത്. LICയുടെ NFO കൺസംഷൻ ഫണ്ട് തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫണ്ടാണ്. കാരണം കൺസംഷൻ കൂടുതലനുസരിച്ച് നമ്മൾ ഒരു പാർട്ടിസിപ്പേഷൻ അതിൽ വേണം. LICയുടെ ഫണ്ടുകളിൽ നല്ല രീതിയിൽ LIC മ്യൂച്വൽ ഫണ്ടിന്റെ നല്ല രീതിയിൽ പോകുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത LICയുടെ മൾട്ടി സെക്ടർ ഫണ്ട് മീൻസ് അതിൽ നോക്കുകയാണെങ്കിൽ 20% ഗ്രോത്ത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഒരു കൊല്ലം ആയില്ല, 20% ഗ്രോത്ത് അന്ന് ചേർന്ന് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഫണ്ടാണ് LICയുടെ കൺസംഷൻ ഫണ്ട്. ഈ മാസം നവംബർ 14 വരെയാണ് ഇതിൽ ചേരുന്നത്. 10 രൂപ NAവിൽ നിങ്ങൾക്കത് കിട്ടും. ഇതിൽ ചേരാനും ഇതിനെപ്പറ്റി കൂടുതൽ വിവരം അറിയാനും എന്നെ ബന്ധപ്പെടുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പേര് അലക്സിയോസ് കുര്യൻ. താങ്ക് യു.